മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ച് മുസ്ലിം ലീഗ് എവിടെ വേണമെങ്കിലും മത്സരിക്കാമെന്ന് കുഞ്ഞാലിക്കുട്ടി. കേരളത്തിൽ ഒരു സീറ്റ് കൂടുതൽ വേണം എന്നത് ലീഗിന്റെ ആവശ്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതല്ലല്ലോ, അത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് അതിൽ വാദപ്രതിവാദം നടത്താനൊന്നുമില്ല. അത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് വരികയാണ്. സീരിയസ് ആയിട്ടുള്ള ടോക്കാണ് ഇതിനകം നടന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ടോക്ക് തന്നെയാണ് നടന്നത്. അപ്പോൾ ഇന്നലെ ഫൈനലൈസ് ചെയ്യാൻ വെച്ചതായിരുന്നു. പക്ഷേ അസംബ്ലി നീണ്ടുപോയതുകൊണ്ട് ഇന്നലെ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരും വേണ്ടിയിരുന്നു. ഇന്നലെ പാർട്ടി പ്രസിഡന്റ് തങ്ങളും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ അത് സംബന്ധിച്ച് ചർച്ചകൾ പൂർത്തിയാക്കുമായിരുന്നു. തീരുമാനം ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ആവശ്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞങ്ങൾ UDFിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ആവശ്യം തന്നെയാണ്. തയ്യാറല്ല, എവിടെ വേണമെങ്കിലും മത്സരിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നു. കേരളത്തിൽ ഒരു സീറ്റ് കൂടുതൽ വേണമെന്നത് ലീഗിൻ്റെ ആവശ്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ബിനു, ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടുതൽ വേണമെന്നുള്ള ആവശ്യം വീണ്ടും ആവർത്തിച്ചത്. അതായത് കേരളത്തിൽ ഒരു സീറ്റ് കൂടുതൽ വേണമെന്നുള്ളത് ലീഗിന്റെ ഒരു ആവശ്യവും അതുപോലെ തന്നെ അവകാശവുമാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UDFിന്റെ മീറ്റിംഗ് ചേർന്നെങ്കിലും നിയമസഭാ സമ്മേളനം ഉള്ളതുകൊണ്ട് കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ ബാക്കി ചർച്ചകൾ നടക്കും. അതിനുശേഷം ലീഗിന് മൂന്നാം സീറ്റ് എന്ന കാര്യം കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒരു പോസിറ്റീവായ നടപടി UDFിന്റെ ഭാഗത്തുണ്ടാകും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകും എന്നൊരു പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് കൂടി, അല്ലെങ്കിൽ മൂന്നാം സീറ്റ് കൂടി വേണമെന്നൊരു ആവശ്യത്തിൽ ലീഗ് ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ മുന്നണി സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഈ രാഹുൽ ഗാന്ധി അടക്കമല്ലാതെയും വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഒരു ഇന്ത്യ സഖ്യമുള്ളപ്പോൾ മത്സരിക്കുന്നത് ശരിയാണെന്ന ചോദ്യത്തിന് അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്നും പലയിടത്തും പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി തന്നെ പരസ്പരം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മത്സരിക്കേണ്ടതായി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടുന്നത് ലോക്സഭാ സീറ്റ് ലഭിച്ചില്ലെങ്കിലും ഒരു രാജ്യസഭാ സീറ്റെങ്കിലും ലഭിക്കുമോ എന്നൊരു, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു അവകാശവാദമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അതൊന്നും ആ രീതിക്കല്ല, ഈ ലോക്സഭാ സീറ്റ് മൂന്നാം സീറ്റ് വേണമെന്നുള്ളത് ലീഗിന്റെ ഒരു ആവശ്യവും അവകാശവുമാണ്. അതിനുവേണ്ടി ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും ഈ ദില്ലിയിലും ആവർത്തിച്ചത്. വിനോ, സിബി, കോൺഗ്രസ് നേതൃത്വം, അതായത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായമാണുള്ളത്. മുരളീധരനൊക്കെ ലീഗിന് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും മറ്റ് നേതാക്കൾ ഇത്തരത്തിൽ അനുകൂലമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് എടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം അനുകൂലമായൊരു നിലപാട് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പോൾ സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ട് ഒരു രാജ്യസഭാ സീറ്റെങ്കിലും ലഭിക്കും എന്നുള്ളൊരു പ്രത്യാശയോട് കൂടി തന്നെ ആവാം ഒരുപക്ഷെ ഈ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ച ലീഗ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ബിനു, അങ്ങനെ തന്നെയാവാം. കാരണം മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് കൂടി വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും വരുന്ന രാജ്യസഭയിലേക്കുള്ള ഒഴിവിലേക്ക് ഒരു സീറ്റ് ലഭിക്കുക എന്ന് തന്നെയായിരിക്കാം ലീഗിന്റെ ലക്ഷ്യം. മാത്രമല്ല, ഇതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് ലീഗിന് ലഭിക്കുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത് തങ്ങൾ പ്രത്യേകമായ ഒരു മണ്ഡലവും ചോദിച്ചിട്ടില്ല. മാത്രമല്ല, കേരളത്തിലെ ഏത് മണ്ഡലത്തിലും ലീഗിന് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു മണ്ഡലം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ഈ ലീഗിനെ സംബന്ധിച്ച് ഈ മൂന്നാം സീറ്റ് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെയും ഇത്തരത്തിലൊരു രാജ്യസഭാ സീറ്റ് കൂടി കണ്ടുവെച്ചുകൊണ്ടാണ് ഈ ഒരു ചോദ്യമെന്ന് എന്തായാലും ആ ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മൂന്നാം സീറ്റ് വേണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് കോൺഗ്രസുമായി ചർച്ച ചെയ്ത് വരും ദിവസങ്ങളിൽ അതിൽ തീരുമാനമുണ്ടാക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ കൃത്യമായ തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ മൂന്നാം സീറ്റ് വേണമെന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. ശരി, മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ച് മുസ്ലിം ലീഗ് എവിടെ വേണമെങ്കിലും മത്സരിക്കാമെന്ന് കുഞ്ഞാലിക്കുട്ടി. കേരളത്തിൽ ഒരു സീറ്റ് കൂടുതൽ വേണമെന്നത് ലീഗിൻ്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളാണ് സിബി നൽകിയത്.